السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന സമസ്തയുടെയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SVSൻ്റെയും നേതാക്കൾ, പ്രവർത്തകർ, വ്യത്യസ്തങ്ങളായ മത്സരങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, SSFൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നാട്ടുകാരെ, വൈകിയ വേളയിൽ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവചനത്തിൽ 2026 പരപ്പനങ്ങാടി ഡിവിഷൻ സാഹിത്യോത്സവ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. എന്തിനാണ് കല, എന്തിനാണ് കഥ, എന്തിനാണ് എഴുത്ത്, എന്തിനാണ് വായന, എന്തിനാണ് ഇത്തരം സാംസ്കാരിക ഇടപെടലുകൾ എന്നുള്ള ചർച്ചകൾ കലയുടെയും വായനയുടെയും എഴുത്തിൻ്റെയും ഒക്കെ തുടക്കകാലം തൊട്ട് തന്നെയുണ്ട്. ഒറ്റവാക്കിൽ അതിനുള്ള ഉത്തരം മനുഷ്യരായിരിക്കാൻ വേണ്ടി എന്നുള്ളതാണ്. കൂടുതൽ നല്ല മനുഷ്യരായിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചോദ്യം വരും, ആരാണ് മനുഷ്യർ? മൃഗമല്ലാത്ത ആളുകളാണ് മനുഷ്യർ. നമ്മളെല്ലാവരും ബയോളജിയിൽ മനുഷ്യന്മാരെ വർഗീകരിക്കുന്നത് അനിമൽ കിങ്ഡം എന്ന വർഗത്തിലാണ്. മനുഷ്യന്മാർ ജീവശാസ്ത്രപരമായി മൃഗം തന്നെയാണ്. അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലാണ് വളരെ വ്യത്യാസമുള്ളത്. വ്യത്യസ്തങ്ങളായ അനിമലുകൾ തമ്മിൽ, വ്യത്യസ്തങ്ങളായ സ്പീഷ്യസുകളിലുള്ള അനിമലുകൾ തമ്മിൽ അവരുടെ കോശങ്ങളിൽ വലിയ അന്തരമൊന്നുമില്ല. അപ്പോൾ ആരാണ് മനുഷ്യൻ? മൃഗമല്ലാത്തവനാണ് മനുഷ്യൻ. എങ്ങനെയാണ് മനുഷ്യൻ മൃഗമല്ലാതെയാകുന്നത്? ബുദ്ധി കൊണ്ടാണ്, വിവേകം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്, സഹാനുഭൂതി കൊണ്ടാണ്, സഹവർത്തിത്വം കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ ഉത്തരം നമുക്കുണ്ടാവും. സിമ്പതി കൊണ്ടാണ്, എമ്പതി കൊണ്ടാണ് എന്നൊക്കെ വ്യത്യസ്തങ്ങളായ ഉത്തരം ഉണ്ടാവും. മനുഷ്യനെ നിർവചിക്കുന്ന, മനുഷ്യൻ്റെ ഫീച്ചേഴ്സായിട്ടുള്ള, മനുഷ്യന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന പുഞ്ചിരി ഉൾപ്പെടെയുള്ള ഒരുപാട് വിശേഷണങ്ങളുണ്ടാവും. ഈ വിശേഷങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത്. ആ വിശേഷണങ്ങളാണ് മനുഷ്യനെ മൃഗമല്ലാതെയാക്കി മാറ്റുന്നത്. എന്നാണ് നമുക്ക് ആ വിശേഷണങ്ങൾ നമുക്ക് കൈമോശം വരുന്നത്, അന്ന് നമ്മൾ ഒരു മൃഗമായി മാറും. പലപ്പോഴും മനുഷ്യനെ സർഗാത്മകതയാണ് മൃഗത്തിൽ നിന്നും മനുഷ്യനാക്കി മാറ്റുന്നത് എന്ന് പറയാറുണ്ട്. സർഗാത്മകതയാണ് മനുഷ്യനെ നല്ല മനുഷ്യനാക്കുന്നത്. സർഗാത്മകതയാണ് മനുഷ്യനെ മൃഗമല്ലാതെയാക്കുന്നത്. പലപ്പോഴും മനുഷ്യൻ മൃഗമാകുന്ന പലതരം വാർത്തകൾ നമ്മൾ വായിച്ചു കേൾക്കാറുണ്ട്, വാർത്തകൾ കാണാറുണ്ട്. മനുഷ്യൻ മൃഗമാവാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ടാഗോർ മനുഷ്യൻ മൃഗമായാൽ മൃഗത്തേക്കാൾ അധപ്പതിക്കുമെന്ന് പറഞ്ഞത്. അതേ ടാഗോർ തന്നെ മനുഷ്യൻ മാലാഖയാവുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. ഒരു രാത്രി 2 മണിക്കോ 3 മണിക്കോ ഉറക്കത്തിനിടക്ക് എണീക്കുന്ന ഒരു കുഞ്ഞ് അമ്മയെ കണ്ടുകൊണ്ട് വീണ്ടും ഉറങ്ങുന്ന ഒരു സംഭവം ടാഗോർ പറയുന്നുണ്ട്. കുഞ്ഞ് എണീക്കുന്നത് എന്തിനാണ്? അമ്മയെ കാണാൻ വേണ്ടിയാണ്. കുഞ്ഞ് എണീറ്റ് അമ്മയെ കണ്ട് വീണ്ടും ഉറങ്ങുകയാണ്. ആ എണീക്കലിൻ്റെ ആകെ ഉദ്ദേശം അമ്മയെ കാണുക എന്നുള്ളതാണ്. ഇങ്ങനെ കാണാൻ വേണ്ടി മാത്രം അമ്മയെ നോക്കാൻ ഉമ്മയെ നോക്കാൻ പിന്നെ മനുഷ്യരായ, മുതിർന്ന മനുഷ്യരായ നമുക്ക് സാധിക്കാറുണ്ടോ എന്നുകൂടിയാണ് ടാഗോർ ചോദിച്ചു വെക്കുന്നത്. ഇങ്ങനെ മനുഷ്യനെ കൂടുതൽ മെച്ചമുള്ള, കൂടുതൽ നന്മയുള്ള, കൂടുതൽ മാനവിക മൂല്യങ്ങളെന്ന് നാം പറയുന്ന മൂല്യങ്ങളുള്ള ആളാക്കാൻ വേണ്ടിയാണ് ഈ സാഹിത്യവും കലയും എഴുത്തും വരയും സാഹിത്യോത്സവവും ഒക്കെ. അപ്പോഴാണ് മനുഷ്യനൊരു സാമൂഹിക ജീവിയാകുന്നത്. മനുഷ്യൻ സാമൂഹിക ജീവിയായി തുടങ്ങുന്നത് തന്നെ സ്വന്തത്തിൽ നിന്നും ഇങ്ങനെ ഒരു വിടുതൽ ലഭിക്കുമ്പോഴാണ്. സ്വന്തത്തിൽ നിന്നും ചുറ്റുമുള്ള ആളുകളിലേക്ക്, അപരനിലേക്ക്, നാമല്ലാത്ത ആളുകളിലേക്ക് അവരെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും അവരുടെ പ്രശ്നത്തെപ്പറ്റി ചർച്ച ചെയ്യാനും അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനും അവർക്ക് വേണ്ടി ഇരിക്കാനും സംവദിക്കാനും വാഗ്വാദത്തിൽ ഏർപ്പെടാനും കഴിയുമ്പോഴാണ് മനുഷ്യൻ സാമൂഹിക ജീവിയാകുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു ജീവിതം നമുക്ക് സാധ്യമാകുന്നത്. ജീവിതത്തിൽ ഒരിക്കലും വിശപ്പനുഭവിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വിശപ്പിൻ്റെ കാഠിന്യം മനസ്സിലാക്കുക? ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവാത്ത ഒരാൾ എങ്ങനെയാണ് ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുക?
വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവലിൽ ഒരു കഥാപാത്രം തൻ്റെ സഹോദരിക്കയുടെ പട്ടിണി മാറ്റാൻ വേണ്ടി റൊട്ടി മോഷ്ടിക്കുന്ന കഥയുണ്ട്. ബഷീറിൻ്റെ ജന്മദിനമെന്ന ചെറിയ കഥയിൽ ആ ജന്മദിനമാകുന്ന ആ ദിവസം ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ, ഒരിറ്റ് വെള്ളം ലഭിക്കാതെ, ഒരു പിടി ഭക്ഷണം ലഭിക്കാതെ ആ ദിവസം കഴിച്ചു കൂട്ടേണ്ടി വരുന്ന കഥാപാത്രത്തെ പറ്റി ബഷീർ പറഞ്ഞു വെക്കുമ്പോൾ ആ വിശപ്പ് നമ്മളുടേത് കൂടിയാവുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒറ്റപ്പെട്ട് കഴിയുന്ന പലതരം ജനങ്ങളുണ്ട്, പ്രയാസം അനുഭവിക്കുന്ന പലതരം ജനങ്ങളുണ്ട്. ഉത്തരേന്ത്യയിലെ തെരുവുകളിൽ, വലിയ വലിയ നഗരങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഇപ്പോഴും 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ AI കാലഘട്ടത്തിലും തോട്ടിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. തോട്ടിപ്പണിക്കിടയിൽ കഴിഞ്ഞ 2017 തൊട്ട് ഈ അടുത്ത കാലം വരെ നമ്മുടെ രാജ്യത്ത് 650-ൽ പരം ആളുകൾ തോട്ടിപ്പണി ചെയ്യുന്നതിന് ഇടയിൽ ശ്വാസം മുട്ടി മരിച്ചതായുള്ള കണക്ക് നമ്മുടെ പാർലമെൻറ്റിൽ വെക്കുകയുണ്ടായി. AI കാലത്ത്, ഇത്രമേൽ സാങ്കേതിക വിദ്യകൾ വികസിച്ച കാലത്ത്, ചന്ദ്രനിലേക്ക് പോകുന്നതിനെ പറ്റി സംസാരിക്കുന്നത് കാലത്ത്, റോബോട്ടിക് സർജറിയുടെ കാലത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് പല വലിയ പട്ടണങ്ങളുടെയും പ്രാന്തപ്രദേശങ്ങളിൽ അവിടുത്തെ തെരുവുകളിൽ ഇങ്ങനെ പാവപ്പെട്ട ആളുകൾ തോട്ടിപ്പണിക്കിടയിൽ ശ്വാസം മുട്ടി യാതൊരു തരത്തിലുള്ള ഒരു ചികിത്സയും ലഭിക്കാതെ മരിച്ചു പോവുകയാണ്. എങ്ങനെയാണ് അവരുടെ വേദന നമ്മുടെ കൂടി വേദനയാകുന്നത്? 1950കളിലെ ആലപ്പുഴ ജില്ലയിലെ തോട്ടിപ്പണി ചെയ്തിരുന്ന തോട്ടിപ്പണിക്കാരുടെ കഥ പറയുന്ന തകഴിയുടെ തോട്ടിയുടെ മകൻ എന്നുള്ള നോവലുണ്ട്. ആ നോവൽ വായിക്കുമ്പോൾ അതേ അനുഭവത്തിലൂടെ നമ്മൾ കൂടി കടന്നു പോവുകയാണ്. ഇങ്ങനെയാണ് മറ്റാളുകളുടെ പ്രശ്നങ്ങൾ നമ്മുടെ കൂടി പ്രശ്നമായി മാറുന്നത്. ഇങ്ങനെയാണ് നാം അല്ലാത്ത ആളുകളുടെ പ്രയാസങ്ങൾ നമ്മളുടെ കൂടി പ്രശ്നങ്ങളായി മാറുന്നത്. അങ്ങനെയുള്ള ആളുകളെ, നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കാണാനും കേൾക്കാനും അവരെ വായിക്കാനും അവരുടെ കഥകൾ അറിയാനും അവരെ യാത്ര ചെയ്ത് അവരുടെ അനുഭവങ്ങൾ നമ്മുടേത് കൂടി ആക്കി മാറ്റാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും നാം സമയം കണ്ടെത്തുമ്പോഴാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യൻ എന്ന വികാസത്തിലേക്ക് നമ്മൾ വലുതാകുന്നത്. അതല്ലാത്ത കാലത്തോളം നമ്മളിൽ തന്നെ ഒതുങ്ങുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ മനുഷ്യനല്ലാത്ത, മനുഷ്യൻ്റെ ഗുണങ്ങളില്ലാത്ത കേവലം മൃഗങ്ങളായി അധപ്പതിച്ചു പോകുമെന്നുള്ളതാണ്. പുതിയ കാലത്ത് കല എന്ന് പറയുന്നത്, കഥ എന്ന് പറയുന്നത്, കവിത എന്ന് പറയുന്നത് വിൽക്കാൻ പറ്റുന്ന മറ്റൊരു കൊമേഴ്ഷ്യൽ കമോഡിറ്റിയായി, മറ്റൊരു വിൽപ്പന ചരക്കായി മാറുന്ന പുതിയ കാലത്ത് മനുഷ്യർക്ക് വേണ്ടി എഴുതാനും മനുഷ്യർക്ക് വേണ്ടി വായിക്കാനും മനുഷ്യരെ തിരിച്ചറിയാൻ വേണ്ടി വരക്കാനും മനുഷ്യരെ പ്രയാസങ്ങളെ പറ്റി പറയാനും സാഹിത്യോത്സവങ്ങൾ, ഇതുപോലെയുള്ള സംവിധാനങ്ങൾ, ഇതുപോലെയുള്ള അവസരങ്ങൾ, അതിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നത് കൊണ്ടാണ്. സാഹിത്യത്തെ, കലയെ മനുഷ്യൻ്റെ കണ്ണാടി എന്ന് പറയാറുണ്ട്. എന്താണ് സമൂഹത്തിൻ്റെ കണ്ണാടി എന്ന് പറയാറുണ്ട്? സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെ അതേപോലെ അതിൻ്റെ പ്രശ്നങ്ങളുടെ, പ്രയാസങ്ങളുടെ, അതിൻ്റെ ഒരു പ്രശ്നങ്ങളുടെ തോത് ഒരു നിലക്കും ചോരാതെ സമൂഹത്തിന് മുന്നിലേക്ക് വെച്ചു കൊടുക്കാൻ പറ്റുന്ന കണ്ണാടിയായി പ്രവർത്തിക്കുക എന്ന വലിയ ധാർമ്മിക ഉത്തരവാദിത്വം കലക്കുണ്ട്, എഴുത്തിനുണ്ട്, വരക്കുണ്ട്, ഇത്തരത്തിലുള്ള സകല സർഗാത്മക പ്രവർത്തനങ്ങൾക്കുമുണ്ട്. ആ ഒരു ഉത്തരവാദിത്വമാണ് സാഹിത്യോത്സവ് കഴിഞ്ഞ 33 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളോട്, കുട്ടികളോട്, വിദ്യാർത്ഥികളോട് അവരുടെ കഴിവുകളെ കണ്ടെത്തി സമൂഹത്തിന് വേണ്ടി, നേരത്തെ ഞാൻ പറഞ്ഞ അപരന് വേണ്ടി, ഞാനല്ലാത്ത ആളുകൾക്ക് വേണ്ടി, നമ്മളല്ലാത്ത ആളുകൾക്ക് വേണ്ടി, നമ്മുടെ വീട്ടുകാരല്ലാത്ത, നമ്മുടെ നാട്ടുകാരല്ലാത്ത, നമ്മുടെ മതവിശ്വാസം പുലർത്താത്ത, നമ്മുടെ രാഷ്ട്രീയം വെച്ച് പുലർത്താത്ത, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തുള്ള ആളുകൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കാനും അതിനെ കൃത്യമായി പ്രതികരിക്കാനും അതിനുള്ള ഒരു കഴിവ് കൊടുക്കുക എന്ന അർത്ഥത്തിൽ സാഹിത്യോത്സവങ്ങൾ വലിയ വിപ്ലവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടക്കുന്ന അനീതി ലോകത്തിന് മൊത്തം നടക്കുന്ന അനീതി പോലെയാണെന്നുള്ള ഒരു ആപ്തവാക്യമുണ്ട്. ആ വാക്യത്തെ പിടിച്ചുകൊണ്ടാണ് SSFൻ്റെ വിദ്യാർത്ഥികളെ ഇത്തരുണത്തിൽ ഇങ്ങനെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. നാമല്ലാത്ത ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മുടെ കൂടി പ്രശ്നമായിരിക്കണം. ആരാണ് നാമല്ലാത്ത ആളുകൾ? ആരാണ് അതർ എന്ന് പറയുന്നത്? ആരാണ് അപരൻ എന്ന് പറയുന്നത്? നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ വേഷവിധാനങ്ങളില്ലാത്ത, നമ്മുടെ സാഹചര്യത്തിലല്ലാത്ത, നമ്മുടെ സംവിധാനത്തിലല്ലാത്ത, നമ്മുടെ രാഷ്ട്രീയ വിശ്വാസത്തിലല്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ കൂടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമായി മാറേണ്ടതുണ്ട്. അവർക്ക് കൂടി ചിന്തിക്കാൻ, അവർക്ക് വേണ്ടി ആലോചിക്കാൻ, അവർക്ക് വേണ്ടി പ്രതികരിക്കാൻ, അവർക്ക് വേണ്ടി ഭാഗവതത്തിൽ ഏർപ്പെടാൻ
നമുക്ക് കൂടി സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായി മാറുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യൻ എന്ന നിർവചനം ഇവിടെ പൂർത്തിയാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് സർഗാത്മകതയിലൂടെ നേരത്തെ പറഞ്ഞ മനുഷ്യൻ്റെ രൂപീകരണത്തിലേക്ക് അതിൻ്റെ ഒരു ഭാഗമായി ഇത്രകാലം മനുഷ്യകുലം നേടിയിട്ടുള്ള എല്ലാ പുരോഗതിയെയും ഇതുപോലെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആകുമ്പോഴാണ് വിശ്വമാനവികത ഇവിടെ സംഭവിക്കുകയുള്ളൂ. അതിനേക്കുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് നമ്മുടെ എല്ലാ സാഹിത്യോത്സവങ്ങളും എന്ന് മാത്രം സാന്ദർഭികമായി പറഞ്ഞുകൊണ്ട് പരപ്പനങ്ങാടി ഡിവിഷൻ സാഹിത്യോത്സവന് ഒന്നുകൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.